സോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ റോസ്റ്റാണ്. അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമുക്ക് സവാള വേണം, പിന്നെ പച്ചമുളക് വേണം, ഇഞ്ചി ചതച്ചത് വേണം, കറിവേപ്പില വേണം, പിന്നെ ചിക്കൻ കഴുകി അതിൽ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് പുരട്ടി വെച്ച അതും വേണം. അത്രയാണ് മെയിൻ ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്കൊരു പാൻ എടുത്ത് അതിൽ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിക്കാം. അത് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് സവാള ഇടുക. നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള എല്ലാം എടുത്തിടുക. അത് നന്നായി മൊരിഞ്ഞ് ഒരു ബ്രൗൺ കളറാകുമ്പോഴേക്കും അത് വയ്ക്കുക. സോ ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ ഇഞ്ചി ചതച്ചിട്ട ഇഞ്ചി ഇടുക. പിന്നെ പച്ചമുളക് ഇടുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. സോ അതെല്ലാം ഒരു ബ്രൗൺ ഷെയ്ഡ് എത്തുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. സോ ഓൾമോസ്റ്റ് ബ്രൗൺ ആയി. ഇനി നമ്മളിതിലേക്ക് നമ്മുടെ സ്പൈസസ് എല്ലാം ഇടുകയാണ്. സോ ആദ്യം തന്നെ നമ്മളൊരു ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള മുളക് പൊടി ഇടുക. പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാലയുടെ പൊടി, പിന്നെ മല്ലിപ്പൊടി, എല്ലാം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു തരം മസാലയും കൂടി ഇടുന്നുണ്ട്, ചിക്കൻ്റെ മസാല. ഇതെല്ലാം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ പൊടിച്ച മുളകിൻ്റെ പൊടി അതും ഇടുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ മെയിനായിട്ടുള്ള കുരുമുളക് പൊടി, പെപ്പർ ഇടുകയാണ്. ഇത് കുറച്ച് അധികം ഇടണം, കാരണം ഇതിൽ നിന്നാണ് മെയിൻ ഫ്ലേവർ വരുന്നത്. സോ അത് കുറേ ഇടുക. പിന്നെ ഉപ്പ് പാകത്തിനിടുക. ഇതെല്ലാം നന്നായിട്ട് ഇളക്കി ഒരു 2 മിനിറ്റ് നന്നായിട്ട് ഇളക്കി ഇടുക. ഇനി കുറച്ച് കെച്ചപ്പും കൂടി അതിലേക്ക് ഒഴിക്കുക, കാരണം തക്കാളി ഇല്ലായിരുന്നു. സോ തക്കാളിക്ക് വരാൻ കെച്ചപ്പ് ഇട്ടാലും മതി. കറിവേപ്പില ഒന്ന് കുറച്ചിട്ടു. അപ്പോൾ നന്നായിട്ട് ഇന്നൊരു കുറുകി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിക്കുക. സോ അത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മുടെ ചിക്കൻ ഇടുക. ചിക്കനായിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തു. ഇനി കുറച്ച് നേരം അടച്ചു വെച്ച് വെയിറ്റ് ചെയ്യും, ഒരു 10 മിനിറ്റ്സ് വയ്ക്കാം. ഓക്കെ, നമ്മുടെ ചിക്കൻ ഇപ്പോൾ നന്നായിട്ട് വെന്ത് വരികയാണ്. ഇടയ്ക്ക് പയ്യെ ലോ ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുക്കുക. സോ ഇനി നമ്മൾ കുറച്ച് പുളി കിട്ടാൻ വേണ്ടി അതിലേക്ക് കുറച്ച് നാരങ്ങ നീര് പിഴിഞ്ഞ് വയ്ക്കുകയാണ്. ഉപ്പൊക്കെ ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ കുറച്ചും കൂടി ഉപ്പൊക്കെ ഇടുക, പാകത്തിന് എല്ലാതാക്കാം. ഓക്കെ, സോ നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇസ് റെഡി. വളരെ സിമ്പിളായിട്ടുള്ള ഡിഷാണ്, എല്ലാവരും ട്രൈ ചെയ്യണം. പൊറോട്ടയുടെയും പൂരിയുടെയും ചപ്പാത്തിയുടെ ഒക്കെ തിന്നാൻ പറ്റും. താങ്ക് യു ഫോർ വാച്ചിങ്.